നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ ആരോഗ്യരംഗത്ത് 2 പ്രശ്നങ്ങളുണ്ടായി. പ്രധാനമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ ഹാരിസ് പറഞ്ഞ പ്രകാരമുള്ള സാധനങ്ങളുടെ ഷോർട്ടേജ് പോലെയുള്ള ഇഷ്യൂസ്, പിന്നെ അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്നൊരു സ്ത്രീ മരിച്ചതും. അപ്പോൾ ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി നടത്തിയൊരു പ്രസ്താവനയുണ്ട്. സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്, എസ്പെഷ്യലി ട്രിവാൻഡ്രം കേസുമായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എന്നൊരു പ്രസ്താവന അവർ നടത്തിയിരുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്ത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ആദ്യമായിട്ട് സിസ്റ്റം വ്യവസ്ഥിതി പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും വ്യവസ്ഥിതിയുടെ കുഴപ്പമാണെന്ന് പറയാറുണ്ട്. വ്യക്തികളുടെ പ്രശ്നമല്ല, വ്യവസ്ഥിതിയുടെ പ്രശ്നമാണെന്ന് പറയാറുണ്ട്. ഇത് ശരിയാണോ? ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യമായിട്ട് വ്യവസ്ഥിതിയുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചില കേസുകളിലെങ്കിലും ഒരു സത്യമാണ്. വ്യവസ്ഥിതിയിൽ പല ലൂപ്പ് ഹോൾസും ചില ടെക്നിക്കൽ ഡിലേ വരുന്ന കാര്യങ്ങളും അതിൻ്റേതായ പ്രോട്ടോകോൾ ഇഷ്യൂസും ഒക്കെ പലയിടങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ വ്യവസ്ഥിതിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഇല്ലാത്ത കാര്യമല്ല. പക്ഷേ വ്യക്തികളുടെ അല്ലെങ്കിൽ കൂട്ടായ സംഘടനകളുടെ നിരുത്തരവാദപരമായ പെരുമാറ്റത്തെ, അവരുടെ ഡോൺ കെയർ ആറ്റിറ്റ്യൂഡിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ അതിനൊരു മറയായിട്ടോ നമ്മൾ വ്യവസ്ഥിതിയെ കുറ്റം പറയുന്ന ഒരു രീതി പലപ്പോഴും കണ്ടുവരാറുണ്ട്. അതിനോട് ഒട്ടും യോജിപ്പില്ല എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. വ്യവസ്ഥിതി പെർഫെക്റ്റ് അല്ല, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ എറേഴ്സ്. പക്ഷേ ദാറ്റ്സ് നോട്ട് എൻ എക്സ്ക്യൂസ് ടു കവർ അപ്പ് അവർ ഡെഫിഷ്യൻസീസ് ഓർ അവർ ഓൺ എറേഴ്സ് ഓഫ് കമ്മീഷൻ ഓർ ഒമിഷൻ എന്നുള്ളതാണ്. നമ്മുടെ സിസ്റ്റം ആരാണ് ഉണ്ടാക്കിയത്? സിസ്റ്റം ഉണ്ടാക്കിയത് നമ്മളാണ്. നമ്മൾ മീൻസ് ജനങ്ങൾ. നമ്മൾ ജനങ്ങൾ തന്നെയാണ്. ഓരോ വ്യക്തിയും ഇൻഡിവിജ്വലി ഞാൻ പറയില്ല, പക്ഷേ കളക്റ്റീവ്ലി നമ്മളാണ് ഈ വ്യവസ്ഥിതി ഉണ്ടാക്കിയത്. നമ്മളാണ് ഈ വ്യവസ്ഥിതിയെ നിലനിർത്തുന്നത്. നമ്മളാണ് വ്യവസ്ഥയുടെ ഉള്ളിൽ ദിവസവും ജീവിക്കുന്നത്. ഇതിൽ നല്ലതോ ചീത്തയോ ആയ എന്തെങ്കിലും മാറ്റം ചെറിയ രീതിയിലോ വലിയ രീതിയിലോ നടത്തണമെങ്കിൽ അതിന് നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പുറമേ നിന്നൊരാൾക്കും വന്ന് ഒരു മാജിക് വടി കൊണ്ട് വീശി മാറ്റാവുന്ന ഒരു കാര്യമല്ല വ്യവസ്ഥിതി സിസ്റ്റം എന്ന് പറയുന്നത്. ഗ്രാജുവലായിട്ട് തന്നെ ചേഞ്ചസ് വരേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നവരെന്ന നിലയിൽ ഇതിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇതിനെ മൊത്തത്തിൽ പഴിചാരി സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്നും വ്യക്തികളോ സംഘടനകളോ നേതാക്കളോ ഒഴിഞ്ഞു മാറുന്നൊരു രീതി അത് നല്ലതല്ല. ഇപ്പോൾ ഐഡിയയുടെ കാര്യം പറയണ്ട, ഐഡിയയ്ക്ക് കൈകാലുകളില്ല. ആ വ്യക്തികളിലൂടെയാണ് ആശയങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആശയത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആശയത്തിൻ്റെ പ്രശ്നമുണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. പക്ഷേ ആശയം നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെയും നമ്മൾ അവിടെ നേരിട്ടേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ വ്യവസ്ഥിതിയുടെ പ്രശ്നവും. വ്യവസ്ഥയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിലുള്ള മിനിമൽ കാര്യങ്ങൾ പോലും ചെയ്യാതിരിക്കുകയും ചില അത്യാവശ്യ കാര്യങ്ങളിൽ അതിനെ ഓവർ ചെയ്ത് അതിനെ ഓവർറൈഡ് ചെയ്ത് അതിനെ മനോവർ ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് എൻ ഇഷ്യൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നൊരു കാര്യം, നോ പോയിന്റ് യൂസിങ് ഇറ്റ് ആസ് എൻ എക്സ്ക്യൂസ് ഫോർ ക്രൈംസ്, എറേഴ്സ് ഓഫ് കമ്മീഷൻ, ഒമിഷൻ, ഇൻഎഫിഷ്യൻസി, കറപ്ഷൻ, നെപ്പോട്ടിസം, റെഡ് ടേപ്പിസം എക്സെട്ര. ഈ കാര്യങ്ങൾക്കൊന്നും തന്നെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് വ്യവസ്ഥിതി എന്നുള്ള പേര് പറയുന്നതിൻ്റെ അർത്ഥമില്ല. We people make the system, we run the system, we can ride it to an extent. We have a choice, we can either brood on it, വ്യവസ്ഥിതി മോശമാണെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കാം, or we can glide or maneuver through it. We can overrun it at times if needed. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ പ്രോട്ടോകോളുകളെ മറികടന്നും നമുക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത് സ്ഥിരം വേണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു സാഹചര്യത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കൂടി നീങ്ങാനോ അതിനെ മറികടക്കാനോ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ലൂപ്പ് ഹോൾസിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പരിഹാരങ്ങൾ കണ്ടുപിടിക്കാനോ ഒക്കെ നമുക്ക് കഴിയും. നമ്മുടെ എല്ലാ മേഖലകളിലേക്കും, രാഷ്ട്രീയ മേഖലയും ഏത് മേഖലയും നോക്കിയാലും ചില കാര്യങ്ങൾ, വേണ്ട കാര്യങ്ങളിൽ എല്ലാവരും വേണ്ടത്ര ധൃതിയോടുകൂടി ഈ സിസ്റ്റമിക് ഫ്ലോസിനെയൊക്കെ മറികടന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരിഹാരങ്ങൾ കണ്ടെത്താറുണ്ട്, അല്ലേ? പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണമെന്നുള്ളിടത്ത് വ്യക്തിപരമായ താല്പര്യങ്ങൾ മൂലമോ പല കാര്യങ്ങൾ മൂലമോ വേഗം നടത്തണമെന്നുള്ളിടത്ത് ഈ പ്രോട്ടോകോൾ, റെഡ് ടേപ്പിസം പോലത്തെ കാര്യങ്ങളിൽ തടസ്സം വരാറില്ല. ദേ വിൽ ഫൈൻഡ് എ വേ, അല്ലേ? അപ്പോൾ ഇതിനൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ ഒരു പരിധി വരെയെങ്കിലും വഴികളുണ്ട്. അതിന് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഓരോരുത്തരും, വ്യക്തികളും സംഘടനകളും നേതാക്കളും ഒക്കെ സ്വയം ചോദിക്കുന്ന ചോദ്യം, അല്ലേ? ഒരു സ്കേപ്പ് കോട്ടായിട്ട് വ്യവസ്ഥയെ ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ല. We have to get at least the important things done, not because of our system but in spite of our system. സിസ്റ്റത്തിൻ്റെ പരിമിതികൾക്ക് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ in spite of that we have to get at least the important things done. മനുഷ്യ ജീവൻ്റെ പ്രശ്നം വരുമ്പോഴെങ്കിലും നമ്മൾ ഇതിനൊക്കെ ചില സമയങ്ങളിൽ ബൈപ്പാസ് ചെയ്യണം, ഓവർറൺ ചെയ്യണം, നമുക്ക് കഴിയും. If the intent is there, at least to an extent we can do that. But the real question is, are we really bothered? Is the intent, seriously, is the intent there? ചോദിക്കേണ്ട ചോദ്യമാണ്. എത്രത്തോളം നമ്മൾ ജെന്യുവൻ എഫേർട്ട് എടുത്തിട്ടുണ്ട്, എത്രത്തോളം ഇതിനെ ഓവർറോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനുള്ളിലൂടെ നീങ്ങാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്, അതിൻ്റെ ആവശ്യകത എത്രത്തോളം നമുക്ക് തോന്നിയിട്ടുണ്ട്, അതോ ഇതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും എന്നുള്ളൊരു തണുപ്പൻ സമീപനമാണോ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്?
നമ്മളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിലുള്ള നമ്മുടെ സമീപനം തന്നെയാണോ നമ്മളെ നേരിട്ട് ബാധിക്കാത്ത പ്രശ്നങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത്? രണ്ടിടത്തും വ്യവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ നമ്മളെ നേരിട്ട് ബാധിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ബാധിക്കുമ്പോൾ, നമുക്കതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ പരിഹാരം കാണുന്ന അതേ ഇൻറ്റൻസിറ്റിയോടും അതേ വേഗതയോടും അതേ ആത്മാർത്ഥതയോടും കൂടിയാണോ നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പെരുമാറുന്നത്? അല്ലല്ലോ, അല്ല എന്നുള്ളത് വ്യക്തമാണ്. വ്യക്തിതലത്തിൽ പോലും അങ്ങനെയല്ല. സോ ഇറ്റ്സ് മോർ അബൌട്ട് അവർ കൺസേൺ, അവർ ചോയ്സ്, അവർ ദ നീഡ് ദാറ്റ് വി ഫീൽ ടു ആക്ട്. അതാണ് കൂടുതൽ പ്രധാനം, അല്ലേ? പിന്നെ സിസ്റ്റം പലപ്പോഴും ഒരു ചെറിയ വല പോലെ ആക്ട് ചെയ്യുന്നുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങൾ കുടുങ്ങിക്കിടക്കുകയും വലിയ ആൾക്കാർ വല പൊട്ടിച്ച് പോവുകയും ചെയ്യുന്ന ഒരു ചെറിയ വല പോലെ സിസ്റ്റം ആക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ചിന്തനീയമായ കാര്യമാണ്. പിന്നെ 4 സിനാരിയോസിനെ കുറിച്ച് ഞാൻ പറയാം. ഒന്ന്, ഗുഡ് പീപ്പിൾ ഇൻ എ ഗുഡ് സിസ്റ്റം, ദാറ്റ്സ് എൻ ഐഡിയൽ സിനാരിയോ. ദെൻ ദ 4th കേസ്, ബാഡ് പീപ്പിൾ ഇൻ എ ബാഡ് സിസ്റ്റം, ദാറ്റ്സ് എ വേഴ്സ്റ്റ് കേസ്. പക്ഷേ പലപ്പോഴും ഇതിനിടയിലാണ്. സെക്കൻഡ് സിനാരിയോ, ഗുഡ് പീപ്പിൾ ഇൻ എ ബാഡ് സിസ്റ്റം ആൻഡ് ബാഡ് പീപ്പിൾ ഇൻ എ ഗുഡ് സിസ്റ്റം. ഇത് രണ്ടിലും ഏതാണ് ബെറ്റർ? ഗുഡ് പീപ്പിൾ, നല്ല ആളുകൾ ഒരു അത്ര നല്ലതല്ലാത്തൊരു ബാഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണോ, അതോ അത്ര നല്ലതല്ലാത്ത ആളുകൾ ഒരു നല്ല സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണോ? വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ബെറ്റർ റിസൾട്ട്സ്? അത് ആർഗ്യബിൾ ആണ്, രണ്ടുമാവാം. പക്ഷേ ഇൻഡിവിജ്വൽ വ്യക്തികൾക്ക് എപ്പോഴും വ്യക്തികൾ ഉണ്ടാവേണ്ടത് പ്രധാനമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിസ്റ്റം നല്ലതാണെങ്കിൽ പോലും വ്യക്തികൾ അത്ര അവർ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ സിസ്റ്റം ഒരിക്കലും എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഡ്രൈവ് ചെയ്യില്ല. ഇനി സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എത്ര കുറവാണെങ്കിലും നല്ല വ്യക്തികൾ അതിനുള്ളിൽ ഉണ്ടെങ്കിൽ they will find a way to get at least some things done, at least the important things done എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. യോജിക്കാം അല്ലേ? പിന്നെ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ അതിന് ആർക്ക് വരുത്താൻ കഴിയും? നമുക്ക് തന്നെ വരുത്താൻ കഴിയുള്ളൂ. 2 രീതിയിലാണ് ഏതൊരു വ്യവസ്ഥയിലും മാറ്റങ്ങൾ വരുത്തുക. ഒന്ന്, ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് നിയമങ്ങളും ഉത്തരവുകളും അവ നടപ്പാക്കലുകളുമായിട്ട് ടോപ്പ് ടു ബോട്ടം. രണ്ടാമത്, ജനങ്ങളുടെ പെരുമാറ്റ രീതി കൊണ്ട് ബോട്ടം ടു ടോപ്പ്. രണ്ടും ഒരേ സമയം സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കേണ്ടതാണ്. ഏതാണ് കൂടുതൽ പ്രധാനമെന്ന് പറഞ്ഞ് നമ്മൾ തർക്കിക്കുന്നതിൽ അർത്ഥമില്ല. ബോത്ത് തിങ്സ് നീഡ് ടു ഹാപ്പൻ. ചുവപ്പ് നാടുകളെ മാറ്റാനും പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും കുറച്ചുകൂടി വേഗം നടത്താനും ശ്രമിക്കേണ്ടതാണ്. അതിന് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ഈ ഫിസിക്കലിയുള്ള ഫയൽ നീക്കങ്ങൾ, ഓരോ ചെറിയ കാര്യത്തിനും മൾട്ടിപ്പിൾ പേഴ്സൺസിൻ്റെ ഒപ്പും ഫയൽ കൈമാറ്റങ്ങളും, അങ്ങനെ ഒരുപാട് രീതികളിൽ നമുക്ക് ഈ സാധനങ്ങളുടെ എഫിഷ്യൻസി കൂട്ടാൻ കഴിയും. അത് നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ആലോചിച്ചാൽ കിട്ടും. നമുക്ക് എല്ലാ സിനാരിയോസും ഒരിക്കലും ചിന്തിക്കാനോ പറയാനോ കഴിയില്ല. പക്ഷെ നമ്മളെല്ലാവരും നമ്മുടെ ജോലി സ്ഥലങ്ങളെക്കുറിച്ച് ആലോചിക്കും. ഇവിടെ അത്യാവശ്യം വന്ന സന്ദർഭങ്ങളിൽ അതിൻ്റെ വേഗത കൂട്ടാൻ, എഫിഷ്യൻസി കൂട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? How can we work through the system? In the meantime, how can we try to improve the efficiency of the system and how we can make positive changes so that the system becomes better altogether? അപ്പോൾ വെറുതെ ഇരുന്ന് പഴിചാരി എല്ലാം സർക്കാരിൻ്റെ കുഴപ്പം, എല്ലാം വ്യവസ്ഥിതിയുടെ കുഴപ്പം, എല്ലാം അവരുടെ കുഴപ്പം, ഇവരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ല. ഞാനുള്ള എൻ്റെ പുസ്തകത്തിൽ ഒരു അധ്യായത്തിൽ ഒരു അനുഭവക്കുറിപ്പിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. സഫാരി ചാനൽ പോലെ വളരെ നല്ലൊരു ചാനലിൽ പോലും എൻ്റെ അടിയിൽ പോലും പലപ്പോഴും ആളുകൾ ഇരുന്ന് വ്യവസ്ഥിതിയെ കുറ്റം പറയുന്നത് കാണാം. നമ്മൾ ഇൻഡിവിജ്വലി എത്രത്തോളം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതാണ്, അല്ലേ? താരതമ്യേന വളരെ നിലവാരം പുറത്തുന്നൊരു ചാനലാണ് സഫാരി. എൻ്റെ കമൻറ്റ് ബോക്സ് അവിടെ പോലും പലപ്പോഴും ഈ ബ്ലാങ്കറ്റ് ആരോപണങ്ങളാണ് പലപ്പോഴും കാണാറുള്ളത്. ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇൻഡിവിജ്വലായിട്ടുള്ള ആളുകളെ തെറ്റ് ചെയ്തവരെ കണ്ടുപിടിക്കുന്നതിനും അതിന് വേണ്ട നടപടികൾ എടുക്കുന്നതിനും ഒരു തടസ്സമുണ്ടാവരുത്. തെറ്റുകൾ അംഗീകരിക്കാനും അവ പ്രിവെൻറ്റ് ചെയ്യാൻ ഭാവിയിലെങ്കിലും ശ്രമിക്കാനും ഉള്ളതിൽ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യാനും നമുക്ക് എപ്പോഴും കഴിയണം. അതല്ലാതെ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിത്വമില്ലാത്ത നിഴൽ പോലത്തെ ഒരു സിസ്റ്റത്തെ പഴിചാരി സ്വയം കൈ കഴുകുന്നതുകൊണ്ട് ആർക്കും കാര്യമില്ല. ഇരുട്ടുകൊണ്ട് ഓട്ടയടിച്ചാൽ എവിടം വരെ നമുക്ക് ഓട്ടയടിക്കാൻ പറ്റും? എവിടം വരെ നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കും? കഴിയില്ല. അതൊരു സ്ഥിരമായ പരിഹാരമല്ല. നമ്മൾ കാണുന്നവരും കേൾക്കുന്നവരും എല്ലാം ചിന്താശേഷിയുള്ളവരാണ്, എല്ലാവരും അഭിപ്രായങ്ങളുള്ളവരാണ്. അതുകൊണ്ട് സിസ്റ്റത്തെ പഴിചാരൽ നിർത്തിയിട്ട് വ്യക്തികൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഇൻ ദ മെയിൻ ടൈം സിസ്റ്റത്തെ ഇമ്പ്രൂവ് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് ഏതൊരു കോണ്ടെക്സ്റ്റിലും ഏതൊരു സിനാരിയോയിലും വ്യക്തിതലത്തിലും എല്ലാ തലങ്ങളിലും എടുക്കാം. ഈ 2 റീസെൻറ്റ് ഇൻസിഡൻസ് ഉള്ളതുകൊണ്ടും ഈ ഒരു കമൻറ്റ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വന്നതുകൊണ്ടും ഇതിനോട് ചേർത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിവിടെ മാത്രം ആപ്ലിക്കബിൾ ആയ ഒരു കാര്യമൊന്നുമല്ല, എല്ലാ തലങ്ങളിലും ഉള്ളതാണ്. സോ നെക്സ്റ്റ് ടൈം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വെൻ വി കം ഫേസ് ടു ഫേസ് വിത്ത് സിസ്റ്റം നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? ഇനി സിസ്റ്റത്തിൽ നമ്മൾ ആവശ്യക്കാരുടെ ഭാഗത്ത് നിൽക്കുമ്പോഴും നമ്മൾ പവറുള്ള മറ്റേ ഭാഗത്ത് നിൽക്കുമ്പോഴും നമ്മൾ ഒരേ സമീപനമാണോ പുലർത്താറുള്ളത്? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ചിന്തിക്കേണ്ടതാണ്. കുറച്ച് കാര്യങ്ങൾ അതിൽ ചിന്തിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. അപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. ബാക്കി നിങ്ങളുടെ ചിന്തയിലേക്ക് വിടുന്നു. ലെറ്റ്സ് ബിക്കം ഗുഡ് പീപ്പിൾ ആൻഡ് ലെറ്റ്സ് ഇവൻച്വലി മേക്ക് ദ സിസ്റ്റം ബെറ്റർ. ബട്ട് ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം ബീയിങ് ഗുഡ് പീപ്പിൾ. താങ്ക് യു.